ലോകത്തെ നടുക്കിയ ജെഫ്രി എപ്സ്റ്റീൻ ലൈംഗിക കടത്ത കേസിലെ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാനും നിയമ നടപടികൾ അവസാനിപ്പിക്കാനുമായി ബാങ്ക് ഓഫ് അമേരിക്ക $72.5 മില്യൺ നൽകാൻ ധാരണയായതായി കോടതി രേഖകൾ. എപ്സ്റ്റീന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ബാങ്കിംഗ് സേവനങ്ങളിലൂടെ സഹായം നൽകിയെന്ന ഗുരുതരമായ ആരോപണമാണ് ഇതോടെ ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നത്. അതിജീവിതരായ സ്ത്രീകൾക്ക് വേണ്ടി ഒരു യുവതി നൽകിയ ഹർജിയിലാണ് ബാങ്കിനെതിരെ ആരോപണങ്ങൾ ഉയർന്നത്. എപ്സ്റ്റീന്റെ സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കുന്നതിലോ തടയുന്നതിലോ ബാങ്ക് വീഴ്ച വരുത്തിയെന്നും ഇത് കുറ്റകൃത്യങ്ങൾ തുടരാൻ സഹായകരമായെന്നുമാണ് പരാതിയിൽ പറയുന്നത്. ബാങ്ക് ഓഫ് അമേരിക്ക പണം നൽകാൻ കരാർ ഉണ്ടാക്കിയതിന്റെ തെളിവുകൾ കോടതി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ കുറ്റകൃത്യങ്ങളിൽ തങ്ങൾക്ക് പങ്കുണ്ടെന്ന ആരോപണം ബാങ്ക് ഓഫ് അമേരിക്ക ശക്തമായി നിഷേധിച്ചു. കേസ് കോടതിയിൽ നീണ്ടുപോകുന്നത് ഒഴിവാക്കാനും ബാങ്കിന്റെ താൽപര്യത്തെ ബാധിക്കുന്ന വിവാദങ്ങൾ അവസാനിപ്പിക്കാനുമാണ് ഇത്രയും വലിയ തുക നൽകി ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതെന്നാണ് ബാങ്ക് അധികൃതരുടെ ഔദ്യോഗിക വിശദീകരണം. എപ്സ്റ്റീന്റെ ശൃംഖലയുമായി ബന്ധപ്പെട്ട നേരത്തെ മറ്റ് പ്രമുഖ ബാങ്കുകൾ സമാനമായ രീതിയിൽ ഒത്തുതീർപ്പിന് വഴങ്ങിയിരുന്നു. JP മോർഗൻ $75 മില്യൺ, ഡച്ച് ബാങ്ക് $75 മില്യൺ നൽകി കേസുകൾ ഒത്തുതീർപ്പാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാങ്ക് ഓഫ് അമേരിക്കയുടെ നീക്കം. പ്രമുഖ സാമ്പത്തിക സ്ഥാപനങ്ങൾ കുറ്റവാളികളെ സഹായിച്ചു എന്ന ആരോപണം ആഗോള ബാങ്കിന് മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടു. അതിനിടെ എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. പുറത്തുവന്ന രേഖകളിൽ 69 തവണ ട്രംപിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ലൈംഗിക കുറ്റവാളിയായ ലാറി നാസറിന് എപ്സ്റ്റീൻ എഴുതിയെന്ന് കരുതപ്പെടുന്ന കത്തിലാണ് ട്രംപിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉള്ളത്. എന്നാൽ ട്രംപിനെതിരായ ഈ കത്ത് വ്യാജമാണെന്ന് US നീതിന്യായ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപും എപ്സ്റ്റീനും തമ്മിൽ മുൻകാലങ്ങളിൽ സൗഹൃദം ഉണ്ടായിരുന്നു എന്നത് രഹസ്യമല്ലെങ്കിലും എപ്സ്റ്റീന്റെ കുറ്റകൃത്യങ്ങളിൽ ട്രംപിന് പങ്കുണ്ടെന്നതിന്റെ തെളിവുകളില്ലെന്നാണ് ഔദ്യോഗിക പക്ഷം. രാഷ്ട്രീയ എതിരാളികൾ ഇത് ആയുധമാക്കുന്നുണ്ടെങ്കിലും നീതിന്യായ വകുപ്പ് ഇതിനെ തള്ളിക്കളഞ്ഞു. സെലിബ്രിറ്റികൾ, ഉന്നത രാഷ്ട്രീയ നേതാക്കൾ, ലോകപ്രശസ്തരായ ബിസിനസ്സുകാർ എന്നിവർക്കായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്നു എന്നതാണ് ജെഫ്രി എപ്സ്റ്റീനെതിരെയുള്ള പ്രധാന കുറ്റം. ഇത്തരമൊരു വമ്പൻ ശൃംഖല പ്രവർത്തിപ്പിക്കാൻ എപ്സ്റ്റീനെ സഹായിച്ചത് പ്രമുഖ ബാങ്കുകളുടെ വഴിവിട്ട സഹായമാണെന്ന് അതിജീവിതർ ആരോപിക്കുന്നു. കുട്ടികളെ കടത്തുന്നതിനും അവർക്ക് പണം നൽകുന്നതിനും എപ്സ്റ്റീൻ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചാൽ ബാങ്കുകൾ അത് കണ്ടില്ലെന്ന് നടിച്ചു എന്നതാണ് പ്രധാന പരാതി. ബാങ്ക് ഓഫ് അമേരിക്കയുമായുള്ള പുതിയ കരാർ ഇരകൾക്ക് വലിയൊരു വിജയമായാണ് അഭിഭാഷകർ കാണുന്നത്. പണം കൊണ്ട് മുറിവുകൾ ഉണങ്ങില്ലെങ്കിലും വലിയ സ്ഥാപനങ്ങളെ ഉത്തരവാദികളാക്കാൻ ഇത് സഹായിക്കുമെന്ന് അവർ കരുതുന്നു. 2019 വിചാരണ കാത്തുനിൽക്കുന്നതിനിടെ ന്യൂയോർക്കിലെ ജയിൽ സെല്ലിൽ എപ്സ്റ്റീനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയാണെന്ന് അധികൃതർ പറഞ്ഞുവെങ്കിലും ലോകത്തിലെ പല പ്രമുഖർക്കും എപ്സ്റ്റീനെ വധിക്കാൻ താല്പര്യമുണ്ടാകാമെന്ന തരത്തിലുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഇന്നും ശക്തമാണ്. എപ്സ്റ്റീന്റെ മരണത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് ബന്ധപ്പെട്ട ഫയലുകൾ പരസ്യപ്പെടുത്തിയത്. ഇതിൽ ലോകത്തെ ഞെട്ടിക്കുന്ന പല പേരുകളും വിവരങ്ങളും ഉൾപ്പെട്ടിരുന്നു. വിൻഡ്സർ കൊട്ടാരത്തിലെ രാജകുമാരൻ ആൻഡ്രൂ ഉൾപ്പെടെയുള്ളവർ എപ്സ്റ്റീന്റെ ശൃംഖലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കുടുങ്ങിയിരുന്നു. ബാങ്കുകൾക്ക് പുറമെ ആഗോളതലത്തിലുള്ള പ്രമുഖർക്കെതിരെ ഇനിയും നിയമ നടപടികൾ തുടരുമെന്നാണ് ഇരകളുടെ സംഘടനകൾ പറയുന്നത്. ബാങ്ക് ഓഫ് അമേരിക്കയുടെ ഈ $72.5 മില്യൺ ഒത്തുതീർപ്പ് മറ്റ് പല കേസുകൾക്കും വഴിത്തിരിവാകും. തങ്ങൾ ഇരയാക്കപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വലിയ സംവിധാനത്തിന്റെ ഭാഗമാണെന്ന് സ്ത്രീകൾ കോടതിയിൽ വാദിച്ചു. അമേരിക്കൻ നിയമ സംവിധാനത്തിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു എപ്സ്റ്റീൻ കേസ്. പണവും സ്വാധീനവുമുള്ളവർക്ക് നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് എന്തും ചെയ്യാമെന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ബാങ്കുകളെ പോലും പ്രതിക്കൂട്ടിലാക്കാൻ കഴിഞ്ഞത് അതിജീവിതരുടെ പോരാട്ടവീര്യം മൂലമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഒത്തുതീർപ്പ് തുകയുടെ ഒരു വലിയ ഭാഗം ഇരകൾക്ക് നഷ്ടപരിഹാരമായി നൽകും. ബാക്കി തുക സ്ത്രീകളുടെ സുരക്ഷയ്ക്കും മനുഷ്യക്കടത്തിന് എതിരെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കുമായി വിനിയോഗിക്കും. ബാങ്ക് ഓഫ് അമേരിക്കയുമായുള്ള ഈ ഒത്തുതീർപ്പ് കോടതി ഔദ്യോഗികമായി അംഗീകരിക്കേണ്ടതുണ്ട്. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നതോടെ പല ബിസിനസ് ഗ്രൂപ്പുകളും തങ്ങളുടെ ഇടപാടുകൾ പരിശോധിക്കാൻ നിർബന്ധിതരായിട്ടുണ്ട്. കുറ്റവാളികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് നിയമപരമായി മാത്രമല്ല, ധാർമ്മികമായും വലിയ വീഴ്ചയാണെന്ന് ബാങ്കിംഗ് ലോകം തിരിച്ചറിയുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ബാങ്കുകൾക്കെതിരെ സമാനമായ പരാതികൾ ഉയർന്നേക്കാം. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ട്രംപിനെതിരെയുള്ള പരാമർശങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ഭയം ഉണ്ടായിരുന്നുവെങ്കിലും വ്യാജരേഖകൾ തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന് ആശ്വാസമായി. എന്നിരുന്നാലും എപ്സ്റ്റീനുമായുള്ള ബന്ധം എന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു കറുത്ത പാടായി അവശേഷിക്കും. മനുഷ്യക്കടത്തിനും ലൈംഗിക ചൂഷണത്തിനുമെതിരെ പ്രവർത്തിക്കുന്ന ആഗോള സംഘടനകൾ ബാങ്ക് ഓഫ് അമേരിക്കയുടെ നീക്കത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ തടയാൻ കർശനമായ നിയമങ്ങൾ വേണമെന്നാണ് അവരുടെ ആവശ്യം. ബാങ്ക് ഓഫ് അമേരിക്ക നൽകുന്ന ഈ തുക എപ്സ്റ്റീന്റെ ഇരകൾക്ക് നൽകുന്ന നീതിയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇനിയും എത്രയോ പേർ ഇരുളിൽ മറഞ്ഞിരിക്കുന്നു എന്നതാണ് വസ്തുത. എപ്സ്റ്റീന്റെ മരണത്തോടെ അവസാനിക്കേണ്ട ഒന്നല്ല ഈ പോരാട്ടമെന്ന് ലോകം തിരിച്ചറിയുന്നു. അമേരിക്കൻ ബാങ്കിംഗ് നിയന്ത്രണ ഏജൻസികൾ ഇത്തരം വീഴ്ചകൾക്ക് ബാങ്കുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. വൻകിട ഇടപാടുകാരുടെ പശ്ചാത്തലം പരിശോധിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ രാജ്യസുരക്ഷയെ പോലും ബാധിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു.
ജെഫ്രി എപ്സ്റ്റീൻ എന്ന പേര് ഇന്നും ലോകത്തിന് ഒരു പേടി സ്വപ്നമാണ്. തങ്ങളുടെ അധികാരവും പണവും ഉപയോഗിച്ച പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ വേട്ടയാടിയ ഒരു സംഘത്തിന്റെ കഥകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അതിന് കൂട്ടുനിന്ന ബാങ്കുകളും ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ വിചാരണ ചെയ്യപ്പെടുകയാണ്. പണം നൽകി കേസുകൾ ഒത്തുതീർപ്പാക്കുന്നത് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് തീരുമാനമാണെങ്കിലും ഇരകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ കഷ്ടപ്പാടുകൾക്കുള്ള ഒരു ചെറിയ അംഗീകാരമാണ്.